Good morning. Okay, monitoring and improving patient satisfaction chapter. Fourth point pyramid class. Last patient experience hospital okay. Okay. Very clear, alle? Pyramid very clear, alle? Okay. Last fourth point. What hospital can do to improve patient experience? Patients in the experience establish a centralized hospital information system to streamline hospital processes, patient registration, appointment scheduling, generating bills, publishing lab test reports, and setting up reminders, etc. If a hospital or a patient experience a hospital centralized hospital information system hospital patient process. Patients in registration, appointment schedule, bill generate. The lab test result publish setting up reminders, follow routine checkup reminders set patient hospital in this centralized hospital information system hospital system patient registration process appointment schedule lab report follow up reminders hospital patients in experience hospital centralized hospital information system hospital focus on each patient and provide personalized patient care. All patients in Shraddha Nidikshikim, our entire parade, public overturn Palabella, our situations there. Manasaki, Shraddha personalized yogi pension and Shamika. Then more read out to patients and communicate with them on different channels. Investigations, tests, different channel patients telephone communicate, emails communicate, communication situation conditions conduct patient surveys to collect valuable feedback. Patient satisfaction survey patients valuable feedback collect.
Then അഞ്ചാമത്തത് try to understand how patients perceive the quality of care given. അപ്പൊ എങ്ങനെയാണ് എന്ത് മനസ്സിലാക്കുക? നമ്മൾ എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥാപനം അല്ലെ, ആ ഒരു സ്ഥാപനം കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് കെയർ, ഗുണനിലവാരമുള്ള പരിചരണത്തെ ആ പേഷ്യന്റ് എങ്ങനെ എടുക്കുന്നു, അവർക്ക് അത് ക്വാളിറ്റി ഉള്ള കെയർ ആയിട്ട് തോന്നിയോ അല്ലയോ എന്നൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ അവരിൽ നിന്ന് തന്നെ അവരൊക്കെ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻസ് നടത്തുക, അവർക്ക് ഇതുപോലെ പേഷ്യന്റ് സർവേകൾ നടത്തുക. അപ്പൊ അതിലൂടെയൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി ഉള്ള പരിചരണം അവർ എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അഞ്ചാമത്തത് ഡിസ്കസ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷേഴ്സ്. ഈ ഒരു പേഷ്യൻസിന് സർവീസ് കൊടുക്കുന്ന അല്ലെങ്കിൽ പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന അതിൽ പങ്കാളികളാകുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അവിടെ ഡിസ്കഷൻസ് നടത്തുക. ഈ ഒരു ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ അതിൽ പങ്കാളികളാകുന്ന ആളുകളെ ഉൾപ്പെടുത്തി ഡിസ്കഷൻസ് നടത്തുകയും നമുക്ക് എങ്ങനെ ഏതൊക്കെ രീതിയിൽ അവർക്ക് ആ ഒരു ക്വാളിറ്റിയെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും, അതിനുവേണ്ടി ക്വാളിറ്റി മെഷേഴ്സ് ഒക്കെ നമുക്ക് അവിടെ നടപ്പിലാക്കുകയും ചെയ്യും. അപ്പൊ നല്ല ക്വാളിറ്റിയിലുള്ള സർവീസുകൾ കൊടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം? അപ്പൊ അതിനുവേണ്ടി അതിൽ പങ്കാളികളാവുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡിസ്കഷൻസ് നടത്തുകയും അതിലൂടെ നല്ല ക്വാളിറ്റി മെഷേഴ്സ് നമുക്ക് അവിടെ നടപ്പിലാക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. ക്ലിയർ ആണോ ആ പോയിന്റ്സ്? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫിഫ്ത് പോയിന്റ് ആണ്, to improve patient retention. എപ്പോഴും രോഗിയെ ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ നിലനിർത്തുന്നതിന് വേണ്ടി, നിലനിർത്തുന്നത് വർദ്ധിപ്പിക്കാൻ നമുക്ക് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ സാധിക്കും. ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തി നമുക്ക് മനസ്സിലാവാണ് പേഷ്യൻസിന് ഇന്ന ഏരിയയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മളത് ഉടനെ തന്നെ അത് പരിഹരിച്ച് അവർക്ക് നല്ലൊരു സർവീസുകൾ പിന്നീട് വരുമ്പോൾ കൊടുക്കുമ്പോൾ ആ ഒരു പേഷ്യന്റ് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് പോവാൻ തയ്യാറാവുന്നില്ല. പിന്നെ അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യത്തിനും അവർ ആ ഒരു സ്ഥാപനത്തിൽ തന്നെ ആയിരിക്കും ഡിപെൻഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ പേഷ്യൻസിനെ നിലനിർത്താൻ വേണ്ടി അത് എങ്ങനെ നമുക്ക് നിലനിർത്താം, അതെങ്ങനെ നമുക്ക് നിലനിർത്തുന്നത് മെച്ചപ്പെടുത്താം, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്താറുണ്ട്. Okay, it is more cost effective to withhold old patient than to get new patient. ഒരു പുതിയ പേഷ്യന്റിനെ കിട്ടുന്നതിലുപരി നമുക്കൊരു പഴയ രോഗികളെ, നമ്മുടെ മുൻപ് മുതലേ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പഴയ രോഗികളെ നിലനിർത്തുക എന്നതാണ് നമുക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ള കാര്യം എന്ന് പറയും അല്ലെ. ഒരു പഴയ പേഷ്യൻസ് എന്നാണ് ചിലപ്പോൾ പുതിയ പേഷ്യൻസ് വരുമെന്ന് വിചാരം, പക്ഷെ ചിലപ്പോൾ വന്നില്ലാന്ന് വരാം, ചിലപ്പോൾ കൂടുതൽ വന്നെന്നും വരാം അല്ലെ. അതേസമയം പഴയ പേഷ്യൻസിനെ നിലനിർത്തുക അതൊരു നമ്മുടെ ഒരു സ്ട്രെങ്ത് ആണല്ലോ ഒരു സ്ഥാപനത്തിന്റെ. കാരണം ഇത്രയും പേഷ്യൻസ് അപ്പൊ അവർ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ എന്ത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഈ ഒരു സ്ഥാപനത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേഷ്യൻസിനെ അവിടെ നിലനിർത്തുന്നതല്ലേ ഇവർക്ക് ലാഭകരം ആണോ? ആ ഒരു ഹോസ്പിറ്റൽ അതല്ലേ ലാഭകരം. പുതിയ പേഷ്യൻസ് ചിലപ്പോ വരാതിരിക്കാം അല്ലെ, അതിന് ഭാവിയിലേക്ക് വരുന്ന കാര്യമാണ് അല്ലെ. അതേസമയം ഉള്ള പേഷ്യൻസിനെ നിലനിർത്തുന്നത് തന്നെയല്ലേ ആ പുതിയ പേഷ്യൻസ് വരുമെന്ന് പറഞ്ഞ് ഇവരെ തള്ളിക്കളയാതെ ഉള്ള പേഷ്യൻസിനെ നിലനിർത്തുക, അതോടൊപ്പം തന്നെ പുതിയ പേഷ്യൻസ് വരുമ്പോൾ അവരെയും നല്ല രീതിയിൽ സ്വീകരിക്കുക. അപ്പോൾ അതല്ലേ ഒരു ലാഭകരമായിട്ടുള്ള കാര്യം ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെ. ആ റിട്ടേണിംഗ് പേഷ്യൻസ് വിൽ റിസൾട്ട് ഇൻ ഗ്രേറ്റർ ROI. എന്താണ് ROI? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഇവര് കൊടുത്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഇവര് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ തിരിച്ചു കിട്ടുന്ന ഒരു പ്രതിഫലമാണ് ശരിക്കും പേഷ്യൻസ് ഒരു വർദ്ധിച്ച രീതിയിൽ പേഷ്യൻസ് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരുന്നത്. അതായത് ഒരു പ്രാവശ്യം ഒരു പേഷ്യന്റ് വന്നു, അവർക്ക് നല്ലൊരു അഭിപ്രായം ഉണ്ടെങ്കിലല്ലേ അവർ തിരിച്ചു വരുള്ളൂ അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഇൻവെസ്റ്റ്മെന്റിന് കിട്ടുന്ന ഒരു പ്രതിഫലമാണ് ആ ഒരു പേഷ്യൻസും പോയ പേഷ്യൻസ് ഒക്കെ തിരിച്ചു വരിക എന്ന് പറയുന്നത്. അതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇത് ശരിക്കും ഒരു ഫിനാൻഷ്യൽ ടേം ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അവർ എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആ ഹോസ്പിറ്റലിൽ നടത്തിയിട്ടുണ്ടോ ആ ഇൻവെസ്റ്റ്മെന്റുകൾ തിരിച്ചു കിട്ടുന്നത് ആരിലൂടെയാണ് ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുന്നത്? പേഷ്യൻസിലൂടെ അല്ലേ? ആണോ?
പേഷ്യൻസിലൂടെയല്ലേ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുക. അപ്പൊ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ്, അതായത് അവര് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു മുതൽ മുടക്കിന്റെ പ്രതിഫലം ആരിലൂടെയാണ് കിട്ടുന്നത്? ഇങ്ങനെ തിരിച്ചു വരുന്ന അല്ലെങ്കിൽ അവിടെ നിലനിർത്തുന്ന പേഷ്യൻസിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി ഹോസ്പിറ്റൽ ബെസ്റ്റ് അഡ്വക്കേറ്റ്. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിലെ ഹാപ്പി ആയിട്ടുള്ള പേഷ്യൻസ്, ഇവിടുത്തെ സർവീസുകളിലും ക്വാളിറ്റിയിലും എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെപ്പോഴും ഹോസ്പിറ്റലിന്റെ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ് ആണെന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ബെസ്റ്റ് അഡ്വക്കേറ്റ് ആണെന്ന് പറയുന്നത് എന്താ? കാരണം അവരുടെ ഹോസ്പിറ്റലിന് വേണ്ടി മറ്റുള്ളവരോട് സംസാരിക്കാനും വാദിക്കാനും തയ്യാറാവും, ഇല്ലേ? ഇപ്പൊ നമ്മൾ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി, നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഹോസ്പിറ്റലില് നമുക്ക് നടത്തിയ സർജറി ആയിക്കോട്ടെ, നമുക്ക് നടത്തിയ ട്രീറ്റ്മെന്റുകൾ ആയിക്കോട്ടെ, ഒക്കെ വളരെ എഫക്റ്റീവാണ്. നമുക്ക് നല്ലൊരു മാറ്റം അതിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വിശ്വാസമാണ് ആ ഒരു ഹോസ്പിറ്റലിനോട് ഉണ്ടാവുക, അല്ലെ? അപ്പൊ ആ ഒരു വിശ്വാസത്തെ തമ്മിൽ മറ്റൊരാൾ അതിനെ പറ്റി ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ അവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറാവോ? ഈ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി നമ്മൾ വാദിക്കില്ലേ അവരുടെ അടുത്ത്? പറയൂലേ? നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ആ ഹോസ്പിറ്റൽ നല്ലതാണ്, എനിക്ക് പോയപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അനുഭവം, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്, നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ അതിന് പ്രതികരിക്കും, അല്ലെ? അപ്പൊ അതുപോലെ ഇവിടെ ഏതൊരു ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവര് ആ ഹോസ്പിറ്റലിന്റെ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ് ആണെന്നാണ് പറയുന്നത്. And they will keep coming back to apt for services and even suggest the hospital to their friends and family. അപ്പൊ നമ്മളാണെങ്കിലും നല്ലൊരു ഹാപ്പി ആണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ, അവർക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതെ, സജസ്റ്റ് ചെയ്യും, അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും തിരിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോകും. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അത് സജസ്റ്റ് ചെയ്യുകയും ചെയ്യും, അല്ലെ? അപ്പാർട്ട് ഫ്രം പ്രൊവൈഡിംഗ് ക്വാളിറ്റി കെയർ, എംപ്ലോയിങ് സം ഓഫ് ദ ബെസ്റ്റ് patient procurement strategies to make the patient feel worth. അപ്പൊ ഇവിടെ പേഷ്യൻസിന് നല്ല ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കുക എന്നാണ് ഒരു കാര്യമാണ്. അത് മാത്രം പോരാ, അതല്ലാതെ പേഷ്യൻസിന്, വരുന്ന ഓരോ പേഷ്യൻസിനും അവർക്ക് വളരെ മൂല്യമുള്ളതായിട്ട് ഫീൽ ചെയ്യണം. ഈ ഒരു സ്ഥാപനത്തിൽ നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആ പേഷ്യൻസിന് വളരെ മൂല്യമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള തന്ത്രങ്ങൾ അവിടെ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിലൂടെയാണ് ആ പേഷ്യൻസിനെ നമുക്ക് അവിടെ നിലനിർത്താൻ സാധിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി കുറെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലുകാര് അവിടെ നടപ്പിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ബെസ്റ്റ്, അതിലൂടെ നമുക്ക് നല്ല പേഷ്യൻസിനെയും നിലനിർത്താനും അവർക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നൽകുന്ന എല്ലാ കാര്യങ്ങളും നല്ല മൂല്യമുള്ളതായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാനും സാധിക്കുന്നു. ക്ലിയർ ആണോ ആ ഒരു പാരഗ്രാഫ്? മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് implementing patient retention strategies to improve patient experience. ഒരു പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മികച്ചതാക്കണം. അതിനുവേണ്ടി അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസിനെ നമുക്ക് അവിടെ നിലനിർത്തണം. അതിന് എന്തൊക്കെ തന്ത്രങ്ങൾ നമുക്ക് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാം? ആ ഒരു ഹോസ്പിറ്റലിലെ എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് നടപ്പിലാക്കുന്നതിലൂടെ പേഷ്യൻസിനെ അവിടെ പിടിച്ചു നിർത്താം, അവരിൽ നിലനിർത്താം, പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മികച്ചതാക്കാം. ഈ ബോക്സ് നോക്കിയേ, ഫസ്റ്റ് വണ്ണാണ് റിട്ടേൺ എക്സിസ്റ്റിംഗ് പേഷ്യൻസ്. എന്താണ്? നിലവിലുള്ള പേഷ്യൻസിനെ അവിടെ എന്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ നിലവിലുള്ള രോഗികളെ നിലനിർത്തുക. അതിനുവേണ്ടി വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യൻസ്. എന്താണ് വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ? രോഗികൾ, അതായത് ഇവിടുത്തെ പോയിട്ടുള്ള രോഗികളെയൊക്കെ നമ്മൾ മാക്സിമം തിരികെ കൊണ്ടുവരിക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. അതിനനുസരിച്ച് അവർക്ക് ഫോളോ അപ്പുകൾക്ക് വേണ്ടിയിട്ടോ അതിന് വേണ്ടിയിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ അവരുടെ ഹെൽത്ത് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിനനുസരിച്ചുള്ള പിആർഒമാരെ വെച്ച് നമ്മൾ അവരുടെ അന്വേഷണങ്ങൾ നടത്താം. അങ്ങനെ പല മെത്തേഡുകൾ ഉപയോഗിച്ച് നിലവിലുള്ള രോഗികളെ എന്ത് ചെയ്യുക? നിലവിൽ അവിടെ ഉള്ള രോഗികളെ നിലനിർത്തുകയും അതുപോലെ തന്നെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പോയിട്ടുള്ള രോഗികളെ തിരികെ കൊണ്ടുവരികയും ചെയ്യുക. ക്ലിയർ ആണോ? അത് ഫസ്റ്റ് വൺ പറഞ്ഞത് ഓക്കെ ആണോ? രണ്ടാമത്തത് കണ്ടക്ട് പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവേ. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് സർവേകൾ നടത്തുക. ആ പേഷ്യൻസ് വൈ ദേ ലെഫ്റ്റ്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അവര്
ഇവിടെ നിന്ന് എന്ത് ചെയ്തത്, ലെഫ്റ്റ് ആയി പോയത്, അല്ലെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലിൽ സർവീസ് വേണ്ട എന്ന് വെച്ച് പോയതിന്റെ കാരണങ്ങളും മനസ്സിലാക്കുക. അപ്പൊ ഒരു പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവേകൾ നടത്തിക്കൊണ്ട് നമുക്ക് അവിടെ ആ ഒരു പേഷ്യന്റ് എന്തുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തില് സർവീസ് വേണ്ട എന്ന് വെച്ച് പോയി, പലർക്കും പല കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കാരണങ്ങൾ അറിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഫീഡ്ബാക്ക് സർവേകൾ എടുക്കുക. അതിലൂടെ അവരോട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തിലെ സർവീസ് വേണ്ട എന്ന് വെച്ച് ലെഫ്റ്റ് ആയി പോവുക. മൂന്നാമത്തത് പറയുന്നത് ബിൽഡ് എ സോഷ്യൽ കമ്മ്യൂണിറ്റി. എന്താ, സാമൂഹികപരമായിട്ട് ഒരു നല്ല സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ കെട്ടിപ്പടുക്കുക. അപ്പൊ സോഷ്യൽ കമ്മ്യൂണിറ്റി, ഇപ്പൊ സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ആരുണ്ടാക്കിയെടുക്കണം? ആരുണ്ടാക്കിയെടുക്കുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു സാമൂഹിക കൂട്ടായ്മ ആര് കെട്ടിപ്പടുക്കണം? ആര് കെട്ടിപ്പടുക്കണ്ടേ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണ്ടേ? ഹോസ്പിറ്റലുകാര് അല്ലെ? ഹോസ്പിറ്റലുകാർ അങ്ങനെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്താൽ കുറച്ചും കൂടി ആളുകൾക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ വരാനുള്ള ഒരു താല്പര്യം കൂടും. അതുപോലെ തന്നെ അവർ തിരിച്ചു വരവിനെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അവരോട് തിരിച്ചു വരുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പല പല ഓഫർ കാര്യങ്ങളൊക്കെ കൊടുക്കാം അല്ലെ? അതൊക്കെ ഓരോരുത്തരും സ്ട്രാറ്റജിയാണ് കേട്ടോ. അപ്പൊ പല രീതിയിലും കൊടുക്കാം. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു കോംബോ ആയിട്ട് എന്തെങ്കിലും സർവീസുകളുമായി ബന്ധപ്പെട്ട് ഇത്ര ശതമാനം ഡിസ്കൗണ്ടുകൾ കണ്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ പ്രധാനമായിട്ട് ഇപ്പൊ ലബോറട്ടറി ടെസ്റ്റുകൾക്കൊക്കെ ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഓഫേഴ്സ് ഒക്കെ ഇടാറുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെ പല രീതിയിൽ അവരുടെ തിരിച്ചു വരവിനെ പ്രോത്സാഹിപ്പിക്കുക. അടുത്തത് പറയുന്നത് റിവാർഡ് പേഷ്യന്റ് ലോയാലിറ്റി. അതായത് പേഷ്യൻസിന് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തെ വിശ്വസിക്കുന്ന ഒരു വിശ്വസ്തത, ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വിശ്വസ്തതയ്ക്ക് അവർക്ക് എന്ത് കൊടുക്കുക, റിവാർഡുകൾ കൊടുക്കുക. ആൻഡ് പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫ്. എന്ന് വെച്ചാൽ എന്താ സോഷ്യൽ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ഒരു സോഷ്യൽ പ്രൂഫ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് ഇവിടെ? എങ്ങനെ നമുക്കൊരു സോഷ്യൽ പ്രൂഫ് കൊടുക്കാൻ പറ്റും? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ഹോസ്പിറ്റലുകളില് ടെസ്റ്റിമോണിയൽസ് ചെയ്ത് കൊടുക്കാം, ശരിയാണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് നല്ല സർജറി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും? അത് പുറത്തേക്ക് പബ്ലിഷ് ചെയ്യും അല്ലെ? ഇപ്പൊ സോഷ്യൽ മീഡിയാസ് വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് അവർ പബ്ലിഷ് ചെയ്യാറുണ്ട് ഇല്ലേ? അങ്ങനെയുള്ള വാർത്ത കാണുമ്പോ സ്ഥാപനത്തിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? എന്താണ് തോന്നുക? ആ ഒരു രോഗമുള്ള ഒരു വ്യക്തിക്ക് എന്ത് തോന്നും? അത്രയും മനസ്സിലാക്കി. ഒരു രോഗമുള്ള അങ്ങനെ ഒരു രോഗം, അതായത് ഒരു എന്തെങ്കിലും ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടൊരു ഒരു അപൂർവമായിട്ടുള്ള ഒരു രോഗമാവാം. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് അതുമായിട്ട് ബന്ധപ്പെട്ട് സഫർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിൽ ഒരു പേഷ്യന്റിനെ, കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള പേഷ്യന്റിനെ ഇവർ നല്ല രീതിയിൽ സർജറി ചെയ്ത് അവർ സക്സസ്ഫുൾ ആക്കിയ ഒരു കഥയാണ്, ഒരു സ്റ്റോറിയാണ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ആ സ്റ്റോറി കാണുമ്പോ നല്ല ട്രീറ്റ്മെന്റ് എനിക്ക് പോയാലും അല്ലെ, ഞാൻ പോയാലും എനിക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടുമായിരിക്കും, എന്റെ ഈ ഒരു രോഗം മാറുമായിരിക്കും എന്നൊരു വിശ്വസ്തത അവർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇല്ലേ? ഒരു ട്രസ്റ്റ് ആണ് അല്ലെ? ഒരു വിശ്വസ്തത നമുക്ക് അതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും സോഷ്യൽ പ്രൂഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവരെന്ത് ചെയ്യും? ഇവരുടെ നല്ല നല്ല പ്രവർത്തനങ്ങള്, നല്ല സർവീസുകള്, ഇതുപോലെ നല്ല രീതിയിലുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റുകളോ സർജറിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു വിശ്വസ്തത വരുത്താൻ വേണ്ടി സോഷ്യൽ മീഡിയാസോ മറ്റു മീഡിയാസോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ആളുകളെ അറിയിക്കുന്നു. ആളുകളെ അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇതിൽ വിശ്വാസം തോന്നി ആ ഒരു ആഡ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി കാണുമ്പോൾ എനിക്കും ഈ ഒരു ഹോസ്പിറ്റലിൽ പോയി ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് ഒരു പ്രോത്സാഹനം നൽകുന്ന രീതിയിലാണ് ഈ ഒരു സോഷ്യൽ പ്രൂഫ് പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആണോ? ആ ഒരു പോയിന്റ് ക്ലിയർ ആണോ? നമ്മൾ പരിചയമില്ലാത്തൊരു ടേം ആയതുകൊണ്ടാണ് ഇത്ര എക്സ്പാൻഡ് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്തത് പറയുന്നത് ലിസൺ ടു ദ വോയിസ് ഓഫ് പേഷ്യൻസ്. അതുപോലെ തന്നെ വരുന്ന പേഷ്യൻസിന്റെ അവൻ എന്താണോ പറയുന്നത് അത് നല്ല രീതിയിൽ കേൾക്കുക എന്നുള്ളതാണ് അല്ലെ? എല്ലാ കാര്യങ്ങളും അവരുടെ പറയുന്നത് ചിലപ്പോൾ അവർക്ക് പല പല കാര്യങ്ങൾ പറയാനുണ്ടാവും. ചിലപ്പോൾ അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഒരു സിറ്റുവേഷൻ ഒരു സിംറ്റം മാത്രമായിരിക്കില്ല, പല പല ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ അവർക്ക് ഉണ്ടാവാം. അതെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുകയും റിസോൾവ് ഇഷ്യൂസ് ഓഫ് പേഷ്യൻസ്, അവരുടെ ആ ഒരു പ്രോബ്ലം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിഹാരം
പരിഹാരങ്ങൾ കണ്ടെത്തി നൽകുകയും ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഒരു ഹോസ്പിറ്റല് നടപ്പിലാക്കേണ്ട സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രങ്ങളാണ്. എന്തിനു വേണ്ടി? പേഷ്യൻസിനെ നമുക്ക് അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ നടപ്പിലാക്കേണ്ട സ്ട്രാറ്റജീസ് ആണ് ഈ പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേഷ്യൻസിനെ അവിടെ നിലനിർത്തുക, അതുപോലെ തന്നെ പോയിട്ടുള്ള രോഗികളെ തിരികെ കൊണ്ടുവരാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അതുപോലെ തന്നെ കേസ് പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് സർവേകൾ എടുത്ത് അവരെന്തുകൊണ്ടാണ് ആ ഒരു സ്ഥാപനത്തിൽ നിന്നും പോയത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നല്ലൊരു ബന്ധം കെട്ടിപ്പടുക്കുക, അവരുടെ റിട്ടേണുമായി ബന്ധപ്പെട്ട് അവർക്ക് നല്ല പ്രോത്സാഹനങ്ങൾ നൽകുക, പേഷ്യൻസിന്റെ ലോയാലിറ്റി അല്ലെങ്കിൽ വിശ്വസ്തതയ്ക്ക് അനുസരിച്ച് റിവാർഡുകൾ കൊടുക്കുക, ഒരു സോഷ്യൽ പ്രൂഫുകൾ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് വഴി നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നൽകുക. അതിലൂടെ ആ ഒരു വിശ്വാസം, കമ്മ്യൂണിറ്റിയുടെ ഒരു വിശ്വാസം വളർത്തിയെടുക്കുക. അതുപോലെ വരുന്ന പേഷ്യൻസിന് പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം ശ്രമിക്കുകയും അതിനനുസരിച്ച് അവരുടെ ഇഷ്യൂസിനെ വളരെ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ ഈ ബോക്സ്? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത്, വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ടു ഡു ടു അപ്ഗ്രേഡ് പേഷ്യന്റ് റിട്ടൻഷൻ? ഒരു പേഷ്യൻസിനെ നിലനിൽപ്പ് അല്ലെങ്കിൽ പേഷ്യൻസ് അവിടെ നിലനിൽക്കുന്നതിന് അല്ലെങ്കിൽ അവിടെ എന്താണ് റിട്ടൻഷൻ, പേഷ്യൻസിനെ അവിടെ നിലനിർത്തുന്നതിന് വേണ്ടി അത് ഒന്ന് നവീകരിക്കാൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു ഹോസ്പിറ്റല് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? അതിൽ ഒന്നാമത്തത്, ജനറേറ്റ് എ കംഫർട്ടബിൾ ആൻഡ് ഇൻവൈറ്റിംഗ് അറ്റ്മോസ്ഫിയർ ഇൻ ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വരുമ്പോൾ അവരെ വളരെ കംഫർട്ടബിൾ ആയിട്ട്, അതുപോലെ തന്നെ ഒരു ഇൻവൈറ്റ്, അവരെ നല്ല രീതിയിൽ സ്വീകരിക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം ആ ഹോസ്പിറ്റലിൽ ജനറേറ്റ് ചെയ്യണം. അല്ലേ? നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ നല്ല രീതിയിൽ അവരെ സ്വാഗതം ചെയ്യുന്നു, നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തു തരുന്നു, നല്ലൊരു അന്തരീക്ഷം നമുക്ക് അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ തന്നെ നമുക്ക് തുടരാനുള്ള ഒരു മനസ്സ് വരും. അല്ലെ? ഇല്ലേ? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ഇൻ അഡ്വൈസ് അബൌട്ട് ദ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ. ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പോവാണ്, അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശങ്ങളും അറിയിപ്പുകളും ആ പേഷ്യൻസിന് കൊടുക്കണം. അത് കൊടുത്തിട്ടായിരിക്കണം അപ്പൊ ആ ഒരു പേഷ്യന്റിന് അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, എന്ത് പ്രൊസീജിയർ ആണ് ചെയ്യാൻ പോകുന്നത്, ഇന്ന പ്രൊസീജിയർ നിങ്ങൾക്ക് ചെയ്യണം കേട്ടോ, അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ന ബെനിഫിറ്റ്സുകൾ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അതിന് ഇന്ന കുറച്ച് കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പക്ഷേ നിങ്ങളുടെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങളും അറിയിപ്പുകളും വ്യക്തമായിട്ട് ഓരോ പേഷ്യൻസിനും യഥാസമയം നൽകുക. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, എക്സൽ പേഷ്യൻസ് എക്സ്പെക്ടേഷൻസ് ആൻഡ് പ്രൊവൈഡ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. നമ്മൾ ഓരോ സ്ഥാപനത്തിൽ പോകുമ്പോഴും നമുക്ക് കുറച്ച് പ്രതീക്ഷകൾ ഉണ്ടാവും, അല്ലെ? കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ പ്രതീക്ഷകൾക്കനുസരിച്ച് ആ വരുന്ന പേഷ്യന്റിന്റെ പ്രതീക്ഷകൾ എന്താണോ അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നല്ല ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അവർക്ക് നൽകുകയും ചെയ്യുക. നാലാമത് പറയുന്നത്, കണ്ടക്ട് ഫോളോ അപ്പ് സർവീസ് ആഫ്റ്റർ ദ വിസിറ്റ്. അവരുടെ സന്ദർശനത്തിന് ശേഷം അവർക്ക് ഫോളോ അപ്പ് സർവേകൾ കണ്ടക്ട് ചെയ്യുക. അതിലൂടെ അവർക്ക് ഈ ഒരു സർവീസ് ഇഷ്ടമായോ അല്ലെങ്കിൽ ആ സർവീസുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഞ്ചാമത്തത് പറയുന്നത്, ഇൻസ്ട്രക്ട് ആൻഡ് ഇൻഫോം ദ പേഷ്യൻസ്. അവരുടെ കണ്ടീഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട എന്ത് വിവരങ്ങളും കൃത്യമായിട്ട് അവരെ ഇൻഫോം ചെയ്യുക, ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കുക, ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകുക. ഇത്രയും ഒരു ഹോസ്പിറ്റല് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത് പറയുന്നത്, അവർക്ക് അവരെ സ്വാഗതം ചെയ്യുന്ന നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുക. രണ്ടാമത്തത്, പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ മുതലായവയുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അറിയിപ്പുകളും കൊടുക്കുക. മൂന്നാമത് പറയുന്നത്, പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് അതെന്താണ് അവരുടെ പ്രതീക്ഷ എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത്, വിസിറ്റിന് ശേഷം, അവരുടെ വിസിറ്റ് കഴിഞ്ഞവർ പോയതിനു ശേഷം അവരുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പ് സർവേകൾ നടത്തുകയും അതിലൂടെ അവർക്ക് ഇവിടുത്തെ സർവീസുകൾ കാര്യങ്ങളൊക്കെയാണോ, എവിടെയെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് പറഞ്ഞത്, പേഷ്യൻസിന് കൃത്യമായ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും യഥാസമയം അവർക്ക് നൽകുകയും ചെയ്യുക. ക്ലിയർ ആണോ പോയിന്റ്സ്? ഓക്കെ.
ഇനി അടുത്തത് ഈ 5 പോയിന്റ്സ് പറഞ്ഞത് കംപ്ലീറ്റ് ആയി കേട്ടോ. ആ 5 എണ്ണം കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് പറയുന്നത് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പറയുന്നത്. ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഈ ഫാക്ടേഴ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കുറയാത്തതും കൂടുന്നതും ഒക്കെ. അപ്പൊ അതിൽ ഒന്നാമത്തതാണ് എക്സ്പെക്ടേഷൻസ് ദാറ്റ് എ പേഷ്യന്റ് ഹാസ് ഓഫ് ദ കെയർ ടീം. ആ കെയർ ടീമിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. ആ ഒരു കെയർ ടീം നമുക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് തരണം, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് നമുക്ക് അതിന് പരിചരണം തരേണ്ടതെന്ന് ഒരു പേഷ്യന്റിന്റെ കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും, പ്രതീക്ഷകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ചല്ല അവരെ നമുക്ക് ആ ഒരു കെയർ തരുന്നതെങ്കിലോ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും, കൂടുതലായിരിക്കും? ആ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ചല്ല അവർ കെയർ തരുന്നതെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും അല്ലെ. അതേസമയം നമ്മൾ പ്രതീക്ഷിച്ചതിനും കൂടുതൽ മികച്ച രീതിയിലാണ് അവർ നമുക്ക് കെയർ തരുന്നത്. ആ ഒരു കെയർ ടീം നമ്മളോട് അത്രയും നന്നായിട്ട് നമ്മൾ സിൻസിയർ ആയിട്ട് അവർ വർക്ക് ചെയ്ത് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു കെയർ തരുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടും. മനസ്സിലായത്? ഇങ്ങനെയുള്ള ഓരോ ഘടകങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. രണ്ടാമത്തത് ട്രീറ്റ്മെന്റ് പ്ലാൻ. അവർ നമുക്ക് തരുന്ന ചികിത്സാ പദ്ധതികൾ. അപ്പൊ നല്ല ചികിത്സകൾ ചിലപ്പോൾ നമ്മൾ നല്ല ട്രീറ്റ്മെന്റുകൾ ചിലപ്പോൾ നമുക്ക് തരാം അല്ലെ. ചിലപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് തരുന്നത് അത്ര മികച്ചതാവണമെന്നില്ല, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകളിൽ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല ട്രീറ്റ്മെന്റുകൾ തരാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യും? കൂടും, അല്ലെങ്കിൽ കുറയും. ഓക്കെ. മൂന്നാമത്തത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യൻസ് ആൻഡ് പ്രൊവൈഡേഴ്സ്. അവിടുത്തെ പേഷ്യൻസും അതുപോലെ തന്നെ ആ സർവീസ് കൊടുക്കുന്ന പ്രൊവൈഡേഴ്സും തമ്മിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമ്പോൾ, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പേഷ്യൻസ് ആണെങ്കിലും അത് കെയർ കൊടുക്കുന്ന പ്രൊവൈഡേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ ഒരു ആശയവിനിമയം നടത്തി ഓരോ കാര്യങ്ങളും ഇവരോട് അറിയിപ്പുകൾ കൊടുത്ത് അതിനനുസരിച്ച് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ, അല്ലെങ്കിൽ കുറവായിരിക്കും വരാം. വെയിറ്റ് ടൈം. ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു. നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ഫാർമസിയിൽ പോയാലും അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസുകൾ അല്ലെങ്കിൽ ലാബിലോ കാര്യങ്ങൾക്ക് പോയാലൊക്കെ നമുക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരാണെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ മികച്ചതായിരിക്കും? അല്ല അല്ലെ. അതേസമയം നമ്മൾ വളരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യിക്കുന്നത്, വളരെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി നമുക്ക് നല്ല രീതിയിൽ അവിടെ വളരെ എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും സുഗമമാക്കി നൽകുകയാണെങ്കിൽ അവിടെ നമ്മുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉയർന്നതായിരിക്കും അല്ലെ. ലാസ്റ്റ് പറയുന്നത് ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. അവിടെയുള്ള സൗകര്യങ്ങള് അതുപോലെ തന്നെ അവിടുത്തെ അന്തരീക്ഷം, അതുപോലെ അവിടുത്തെ കൾച്ചർ. അവർ ഫോളോ ചെയ്യുന്ന കൾച്ചർ, അവിടുത്തെ ആ ഒരു അന്തരീക്ഷം, അവിടെ നമുക്ക് തരുന്ന സൗകര്യങ്ങള്, ഇതെല്ലാം നല്ല മികച്ചതാണെന്ന് നമുക്ക് തോന്നുന്നു. നല്ലൊരു അന്തരീക്ഷം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, നല്ല നല്ല സർവീസുകൾ അല്ലെങ്കിൽ നല്ല ഫെസിലിറ്റികൾ നമുക്ക് തരുന്നു, അതുപോലെ തന്നെ നല്ല കൾച്ചർ, അതുപോലെ എല്ലാം ജീവനക്കാരെല്ലാം നന്നായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കി ചെയ്തു തരുന്നു. അപ്പൊ നമ്മുടെ ആ ഒരു എക്സ്പെക്ടേഷൻ അതിനും കൂടുതലാണ് അവർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉയർന്നു വരും. അപ്പൊ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഘടകങ്ങളാണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണോ അതിനനുസരിച്ച് നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഈ പറയുന്ന ഘടകങ്ങളെല്ലാം എത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ മികച്ചതായിരിക്കും, അല്ല എങ്കിൽ ആ സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ കുറവ് വരും. ക്ലിയർ ആണോ? ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ചോദിക്കാറുണ്ട് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇനി മെയിൻ ആയിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്താണ് അതിനെ കുറിച്ചും ഒരു മോഡലും കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് കേട്ടോ അടുത്തത് പോകുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാല് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെയും പറയുന്നത് കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമ്മൾ എന്താണെന്നതൊക്കെ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ക്ലാസ്സൊക്കെ പറഞ്ഞതാണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ സെൽഫ് റിപ്പോർട്ടഡ് പേഷ്യന്റ് ഇവാലുവേഷൻ ഓഫ്
multiple touch points in the course of their medical care experience. ഒരു ഹോസ്പിറ്റൽ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മളൊരു ഹോസ്പിറ്റലിൽ സർവീസിന് വേണ്ടി പോയി, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു മെഡിക്കൽ പരിചരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സർവീസ് അവിടെ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വൈദ്യ പരിചരണവുമായി ബന്ധപ്പെട്ട ആ ഒരു എക്സ്പീരിയൻസ്, അത് ഒരു മേഖലയിൽ മാത്രം ബന്ധപ്പെടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അല്ല, അല്ലെ? മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ്, വിവിധ വശങ്ങളെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് അല്ലേ കിട്ടണ്ടേ, അല്ലെ? ആ ഒരു ക്ലിനിക്കൽ പരമായിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് നമ്മൾ നോക്കുക, അല്ല. ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന മുതൽ നമ്മൾ ഏതൊക്കെ ഏരിയയിൽ പോയിട്ടുണ്ടോ ആ ഏരിയ എല്ലാം ടച്ച് ചെയ്യുന്ന രീതിയിൽ ഓവറോൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസിന്റെ വിലയിരുത്തലാണ് ശരിക്കും ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ സെൽഫ് റിപ്പോർട്ടഡ് പേഷ്യന്റ് ഇവാലുവേഷൻ ആണ്, സ്വന്തമായിട്ട് നമ്മുടെ സെൽഫ് ആയിട്ടാണ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെ? ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ നമ്മുടെ അഭിപ്രായമല്ല അവിടെ രേഖപ്പെടുത്തുന്നത്, മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യാം. ആണ് ഒരു സർവേ, ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ഒരു സർവേ മോഡൽ കിട്ടിയ നമ്മൾ സ്വന്തമാണ് അവിടെ റിപ്പോർട്ടിങ് ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ എക്സ്പീരിയൻസ് സ്വയം നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ റിപ്പോർട്ട് ചെയ്യുകയും അത് വിലയിരുത്തുകയും ചെയ്യുന്നതിനെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ മെഡിക്കൽ പരിചരണത്തിന്റെ എക്സ്പീരിയൻസ്, അതായത് എല്ലാ വശങ്ങളെയും ടച്ച് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടോ ആ എക്സ്പീരിയൻസ് ആണ് നമ്മൾ അവിടെ സെൽഫായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും അതിനെയാണ് അവിടെ വിലയിരുത്തൽ നടത്തുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? Then, depending on what aspect of patient satisfaction is being calculated, examples may include responsiveness of staff, clinician communication, technical skill, and hospital environment. പല കാര്യങ്ങളെ ആശ്രയിച്ചാണ്, അല്ലെ? പല ആസ്പെക്റ്റുകൾ, പല വശങ്ങളെ നമ്മൾ നോക്കിയിട്ടാണ് ശരിക്കും ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ നോക്കിയേ, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, റെസ്പോൺസിവ്നെസ് ഓഫ് സ്റ്റാഫ്. അവിടുത്തെ ജീവനക്കാർ നമ്മളോട് എത്രത്തോളം റെസ്പോൺസീവ് ആണ്, എത്ര നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത്, നല്ല റെസ്പോൺസീവ് ആണോ എന്നതിനനുസരിച്ച് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ മെഷർ ചെയ്യാറുണ്ട്, ഇല്ലേ? അതൊരു ഭാഗമാകാറില്ലേ? രണ്ടാമത്തത് ക്ലിനിഷ്യൻ കമ്മ്യൂണിക്കേഷൻ. ഫിസിഷ്യൻസുമായിട്ട് നമ്മളോട് എത്രത്തോളം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നു. ചില ഹോസ്പിറ്റലിൽ ചെന്നാൽ ചില ഡോക്ടേഴ്സ് അധികം നമ്മളോട് സംസാരിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അവര് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് അവരെന്തെങ്കിലും എന്ത് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എഴുതി തരും. പക്ഷെ ചില ഡോക്ടേഴ്സ് അങ്ങനെയല്ല, അവര് നമ്മളോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ആരെയാണ് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുക? നമ്മളോട് ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആളെ തന്നെയല്ലേ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ വിലയിരുത്തുന്നുണ്ട്. അതുപോലെ ടെക്നിക്കൽ സ്കിൽസ്. അപ്പൊ അവിടെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകളുടെ സ്കില്ല് എത്രത്തോളം ഉണ്ട്. ചില സ്ഥലങ്ങളിൽ പോയാലും നമുക്കറിയാം, ചില ലാബുകളിലോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു എക്സ്റേയോ ECG എടുക്കാനായിട്ട് അവർക്ക് നല്ല സ്കില്ലില്ലാത്തവരാണെങ്കിൽ അവർക്ക് ഒരുപാട് സമയം എടുക്കും ചിലപ്പോൾ അതൊക്കെ ചെയ്ത് തീരാനും നമുക്ക് അതിന്റെ റിപ്പോർട്ട് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെ? അതിന് നല്ല നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് സ്കില്ലുള്ള ഒരു വ്യക്തിയാണ് അത് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും തരാനും പറ്റും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം നമ്മൾ ചെല്ലുമ്പോൾ ആ ഹോസ്പിറ്റലിൽ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു, നമുക്ക് ഏത് രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണോ അവിടെ കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ്, അങ്ങനെയുള്ള പല വശങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയാണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ ആ ഒരു പാരഗ്രാഫ്? എക്സ്റേ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വരാം, ശരിയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കിയേ. Patient satisfaction surveys can be generated and issued in-house, but many hospitals depend on third-party providers. എന്താണ് ചോദിച്ചത്? ഡൗട്ട് എന്തെങ്കിലും പറഞ്ഞാണോ? ഓക്കെ, ശ്രദ്ധിച്ചേ. Patient satisfaction surveys can be generated and issued in-house, but many hospitals depend on third-party providers with experience in developing, administering, and explaining statistically valid patient satisfaction surveys. But പല ഹോസ്പിറ്റലുകൾക്ക് ഇപ്പൊ നമുക്ക് patient satisfaction സർവേകള് നമുക്ക് ഇപ്പൊ നമ്മള് ഹൗസ് കീപ്പിംഗ് ഒക്കെ പഠിച്ചായിരുന്നോ?
ഹൗസ് കീപ്പിംഗ് പഠിച്ചോ? അവിടെ നമ്മൾ ഇൻഹൗസ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് പുറത്ത് നമ്മുടെ ഒരു തേർഡ് പാർട്ടി ആയിട്ടും നമുക്ക് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകള് ഇൻഹൗസ് ആയിട്ട് നടത്താം. എന്ന് വെച്ചാൽ മറ്റ് ജീവനക്കാർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുന്നതാണ്. പക്ഷേ പല ഹോസ്പിറ്റലുകളും എന്തിനെ ആശ്രയിക്കുന്നു? തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സിനെയാണ് ഈ ഒരു സർവേ നടത്താനായിട്ട് ആശ്രയിക്കാറ്. കാരണം അവർ ഈ പറയുന്ന സർവേകൾ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വികസിപ്പിക്കാൻ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. അത് കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ആളുകൾക്ക് വിതരണം ചെയ്യാനും അതിനനുസരിച്ച് സ്റ്റാറ്റിസ്റ്റിക്കലി അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ വിശകലനം ചെയ്ത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ തരാനും ഒക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സ് എന്നതുകൊണ്ടതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള ഏജൻസികൾക്കായിരിക്കും കൂടുതലും ഹോസ്പിറ്റലുകൾ ആശ്രയിക്കുന്നത്. ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കൊടുക്കാനായിട്ട് ഇൻഹൗസ് സർവേകളേക്കാൾ കൂടുതൽ അവർ തേർഡ് പാർട്ടി ഏജൻസികൾ അല്ലെങ്കിൽ പ്രൊവൈഡേഴ്സിനെ ആശ്രയിച്ചുള്ള സർവേകളാണ് നടത്താറ്. അങ്ങനെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഇസ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. എപ്പോഴും ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ, ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. യൂസ് ടു ഗ്യാദർ ഫീഡ്ബാക്ക് ഫ്രം പേഷ്യൻസ് ടു സ്കെയിൽ ദെയർ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ക്വാളിറ്റി ആൻഡ് കെയർ ഓഫ് ദ ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡഡ്. എന്താണ് പ്രൊവൈഡർ എന്ന് വെച്ചാൽ ഇവിടെ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുമ്പോൾ ഒരു ക്വസ്റ്റ്യനർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യനർ കൊടുക്കും. അതിൽ നിന്നും ആ പേഷ്യൻസിന് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചിട്ടുണ്ട്, അതായത് അവരുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, ആ ഹെൽത്ത് കെയർ പ്രൊവൈഡർ നൽകുന്ന സർവീസുകളുടെ ഗുണനിലവാരം, പരിചരണം മുതലായ കാര്യങ്ങളിൽ ഓരോ വശങ്ങളിലെയും ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അവർ തരുന്ന കെയർ എത്രത്തോളം ഉണ്ട്, അതിൽ ആ പേഷ്യന്റ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഫീഡ്ബാക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അങ്ങനെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ക്വസ്റ്റ്യനെയർ helps evaluate basic metrics across patient care that help medical institutions in ascertaining the level of care extended and pitfalls and services. അതായത് ഇവിടെ ഒരു പേഷ്യന്റ് കെയർ സർവീസ് അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുമ്പോൾ ഈ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഒരു ചോദ്യാവലി കൊടുക്കുമ്പോൾ ഇറ്റ് ഹെൽപ്സ്, ഇതിനെ സഹായിക്കുന്നു ഇവാലുവേറ്റ് ബേസിക് മെട്രിക് അക്രോസ് പേഷ്യന്റ് കെയർ. രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അളവായിട്ട് നമുക്ക് ഇത് കണക്കാക്കാം. അതിനനുസരിച്ച് ആ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് അവർക്ക് പരിചരണം കൊടുക്കുന്നത്, അവരുടെ ലെവൽ ഓഫ് കെയർ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് ഒരു ക്വാളിറ്റി നല്ല രീതിയിലുണ്ടോ, നല്ല പരിചരണമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പിറ്റ്ഫാൾസ് ആൻഡ് സർവീസ്, എന്താണ് അവിടെ അവരുടെ അവർ കൊടുക്കുന്ന സർവീസുകൾ എവിടെയൊക്കെയാണ് പിഴവുകളുള്ളത്, എവിടെയൊക്കെയാണ് കുറവുകൾ അല്ലെങ്കിൽ പിഴവുകൾ ഉള്ളത്, അത് മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെ മേഖലയിൽ നല്ല ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഇത്രയും വരെ ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് 6 underlying metrics which patient satisfaction have to be measured on. അതായത് ഇവിടെ ഒരു 6 അളവുകൾ തന്നിട്ടുണ്ട്. ഈ 6 അളവുകൾ അനുസരിച്ചാണ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ അളക്കുന്നത്. അതിൽ ഒന്നാമത്തത് ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ പേഷ്യൻസിന് കൊടുക്കുന്ന വൈദ്യ പരിചരണത്തിന്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് അത് നമ്മൾ മെഷർ ചെയ്യും. അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ സ്കിൽ ഡിസ്പ്ലൈഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽ, അവിടെ മെഡിക്കൽ പ്രൊഫഷണൽസ് അവർ പ്രദർശിപ്പിക്കുന്ന ഇന്റർപേഴ്സണൽ സ്കില്ല്, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായിട്ട് ഇപ്പൊ അവിടുത്തെ സ്റ്റാഫുകൾ തമ്മിൽ തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ ഒരു നല്ല ഇന്റർപേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള ഒരു നല്ല കഴിവ് അല്ലെങ്കിൽ സ്കില്ല് അവർക്കുണ്ടോ എന്ന കാര്യം നമ്മൾ നോക്കും. മൂന്നാമത്തെ കാര്യം ട്രാൻസ്പാരൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കെയർ പ്രൊവൈഡർ ആൻഡ് പേഷ്യന്റ്. അവിടുത്തെ പേഷ്യൻസും അവർക്ക് കൊടുക്കുന്ന കെയർ പ്രൊവൈഡേഴ്സും തമ്മിൽ നല്ലൊരു സുതാര്യമായിട്ടുള്ള ഒരു ആശയവിനിമയം നടത്തുന്നുണ്ട് അല്ലെ? ഇപ്പൊ പേഷ്യൻസ് എന്ത് ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവരോട് വ്യക്തമായിട്ട് അതിനുള്ള സമ്മതം വാങ്ങിയിട്ട് വേണം ചെയ്യാനുണ്ട്, ഇൻഫർമേഷൻ കൊടുത്ത് സമ്മതമാക്കും. അങ്ങനെ ഒരു ട്രാൻസ്പാരൻസി അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർ തമ്മിൽ നടക്കുന്നുണ്ടോ എന്ന് നോക്കും. ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് കെയർ, എന്താണ് ആ ഒരു സാമ്പത്തിക വശം, ആ ഒരു കെയർ തരുന്നതിന്റെ സാമ്പത്തിക വശം എത്രത്തോളം ഉണ്ട് അല്ലെ? ചിലപ്പോൾ നമുക്ക് ഭയങ്കര കോസ്റ്റ്ലി ആവാം, ചിലപ്പോ അല്ലെ നമ്മൾ ചിലപ്പോൾ ആദ്യം ഒന്നും പറയില്ല, അവസാനം ഒരു ബില്ല് വരുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ അറിയാം.
അവർ തരുന്ന പരിചരണത്തിന്റെ സാമ്പത്തിക വശം എത്രത്തോളം ഉണ്ട്, അത് നമ്മുടെ എക്സ്പീരിയൻസിന് വരുന്ന കാര്യമല്ലേ. അതുപോലെ തന്നെ അസിസ്റ്റ് ടു ഡോക്ടേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ പ്രൊഫഷണൽസ്, ഇപ്പൊ ഡോക്ടേഴ്സിനോടോ അല്ലെങ്കിൽ മറ്റു പ്രൊഫഷണൽസിന്റെ അടുത്തേക്കുള്ള പ്രവേശനം, അത് അവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ അവിടെ ഒരുപാട് സമയം അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ സമയമൊന്നും ഡിലേ ചെയ്യാതെ നമുക്ക് അവിടേക്കുള്ള ഒരു പ്രവേശനം നമുക്ക് ലഭിക്കുന്നുണ്ടോ, അവരെ എളുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, നമുക്ക് അവരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അവരെ അതിനുള്ള കെയർ തരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. അതുപോലെ തന്നെ അക്സസിബിലിറ്റി ഓഫ് കെയർ, നമുക്ക് ആ ഒരു കെയർ എത്രത്തോളം ലഭ്യത കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് തരാതിരിക്കുന്നുണ്ടോ, നല്ല രീതിയിൽ ആ സർവീസുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ, നമുക്ക് എളുപ്പത്തിൽ അത് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഒരു 6 മെഷേഴ്സ് അല്ലെങ്കിൽ ആ ഒരു 6 അളവുകൾ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത്. ഈ ഒരു 6 കാര്യങ്ങളും ഈ പറയുന്ന 6 കാര്യങ്ങളിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഈ പറയുന്ന 6 എണ്ണത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ ആയിരിക്കും നമ്മൾ തയ്യാറാക്കുകയും കൊടുക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? ഞാൻ ഒരെണ്ണം പറയണോ? ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി the patient satisfaction survey will be conducted anytime during an electronic, അതൊരു ഭാഗം ആ 6 എണ്ണം നോക്കണം കേട്ടോ. അതിൽ ഇൻക്ലൂഡഡ് ആയത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് പല രീതിയിൽ ഏത് സമയത്തും പല രീതിയിൽ കണ്ടക്ട് ചെയ്യാം. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകളുടെ രൂപേണ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏതൊരു സമയത്ത് നമുക്ക് പല രീതിയിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താം. ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ വേ ഓഫ് മൊബൈൽ. നമ്മുടെ മൊബൈലിലെ സർവേകൾ വരാറില്ലേ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? മൊബൈലിലൊക്കെ സർവേ വരാറില്ലേ? ഇല്ലേ? ആരും കണ്ടിട്ടില്ലേ? അതുപോലെ ഫിസിക്കൽ കോപ്പി ഓഫ് സർവേ, നമ്മുടെ കയ്യിൽ കോപ്പി നമുക്ക് സർവേ എടുക്കാറുണ്ട് ഇല്ലേ? അതുപോലെ വെബ്സൈറ്റുകളിലൂടെ നമുക്ക് സർവേ നടത്താം. POS ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ? POS ഡിവൈസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ അതൊരു ശരിക്കും നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടി എത്രത്തോളം സ്കെയിൽ നടന്നിട്ടുണ്ടെന്നൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ആപ്പാണ്, ഒരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ POS, പോയിന്റ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. POS എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് സ്കെയിൽ ഡിവൈസ് ആണ്. അപ്പൊ ആ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻ നടത്തുന്ന, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ബില്ലൊക്കെ വരുന്ന പുതിയ മോഡൽ ഒരു ഡിവൈസ്. നമ്മുടെ ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ ആ ഒരു നമ്മുടെ പിന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് വെച്ച് മിക്ക സ്ഥാപനങ്ങളിലും ഉണ്ട്. ഇപ്പൊ അത് കണ്ടിട്ടുണ്ടോ? POS ഡിവൈസ് നമ്മുടെ ട്രാൻസാക്ഷൻ നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. നമ്മുടെ ആ ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ കാണിക്കുന്ന ഒരു മൊബൈൽ പോലത്തെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡിവൈസ് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? കാർഡൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടിട്ടില്ലേ? നമ്മൾ ഈ ഏതൊരു മിക്ക സ്ഥാപനത്തിലും ഒക്കെ ഉണ്ട് കാർഡൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ്. അപ്പൊ അങ്ങനെയുള്ള ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ സർവേകൾ നടത്താം. കമ്പ്യൂട്ടേഴ്സ്, വെയിറ്റിംഗ് റൂമുകളിലെ കമ്പ്യൂട്ടറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ആളുകളെ അല്ലെങ്കിൽ പേഷ്യൻസിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സർവേകൾ നടത്താം. ഓർ എനി അതർ മീഡിയം, അല്ലെങ്കിൽ മറ്റേതൊരു മീഡിയം ഉപയോഗിച്ചും അപ്പൊ ഇങ്ങനെ പല മെത്തേഡുകളുണ്ട്. ഒരു മെത്തേഡ് മാത്രമല്ല, പല രീതികളിലൂടെ നമുക്ക് ഈ ഒരു സർവേ നടത്താം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി നമ്മള് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ഒരു മോഡലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും നേരം അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഇനി അതിന്റെ ഒരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു മോഡല് പല ഹോസ്പിറ്റലും പല രീതിയിലും ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റം വരാം കേട്ടോ. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു മോഡൽ കൊടുത്തിരിക്കുകയാണ്. അതിൽ ഫസ്റ്റ് ഉണ്ടാവുക, ഡിയർ പേഷ്യന്റ്, we are interested to know what you think about our service. ഞങ്ങൾ തരുന്ന സർവീസിനെ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. എന്തിനെ കുറിച്ചാണ്? ഞങ്ങൾ തരുന്ന സർവീസിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ എടുക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ ആ ഒരു തിങ്കിങ് എങ്ങനെയാണ്, ചിന്ത എങ്ങനെയാണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. So your performance by completing this brief finding survey in connection with your visit. നിങ്ങളുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ എത്രത്തോളം ഞങ്ങളുടെ ആ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ഓക്കെയാണ് അല്ലെ. ആ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അതിൽ ഒരു ചെറിയ സർവേയിലൂടെ രേഖപ്പെടുത്തുക എന്നാണ് പറയുന്നത്. 5 മിനിറ്റ് ചെറിയൊരു സർവേ ആണ്, അതിലൂടെ നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Then thank you for taking time to share your experience with us. അതുപോലെ തന്നെ
അവരവിടെ കൊടുത്തിട്ടുണ്ടാകും ആ ഒരു ഫോമില്. താങ്ക് യു ഫോർ ടേക്കിംഗ് ടൈം. നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഈ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുത്ത സമയത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഡേറ്റ് ഓഫ് യുവർ അപ്പോയിന്റ്മെന്റ്, നമ്മൾ എന്നാണ് അപ്പോയിന്റ്മെന്റ് എടുത്ത് അതിന്റെ ദിവസവും, അതുപോലെ തന്നെ പ്ലീസ് സർക്കിൾ യുവർ റെസ്പോൺസ്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു റെസ്പോൺസ് ഇതായിരിക്കും ആ ഒരു ഷീറ്റ്. അതൊരു ജസ്റ്റ് ഒരു മോഡലാണ് കേട്ടോ. ഈ ഒരു ഷീറ്റില് നമ്മുടെ റെസ്പോൺസ് ചിലപ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെന്നായിരിക്കും തോന്നുന്നത്, അപ്പൊ നമ്മൾ അത് സർക്കിൾ ചെയ്യണം. അല്ല ഡിസ്സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് തോന്നുന്നെങ്കിൽ അത് സർക്കിൾ ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചും നമുക്ക് എന്താണോ ഓപ്ഷൻ തോന്നുന്നത്, നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചല്ലേ ആ ഒരു അതെന്ത് ചെയ്യുക, ആ ഒരു ഓപ്ഷൻ സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ആദ്യം നമ്മൾ അവർ ജസ്റ്റ് അതൊന്നും ചോദിക്കുന്നത്, ജസ്റ്റ് നമുക്ക് ഒരു മോഡൽ കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതില് ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നോക്കി ആ ഓരോ പോയിന്റ് ഓരോ പോയിന്റിലും എന്താണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു വിത്ത് ദ ഫോളോയിങ്. ഈ താഴെ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എത്രത്തോളം സംതൃപ്തരാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതില് 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വെരി ഡിസാറ്റിസ്ഫൈഡ്, വളരെ അസംതൃപ്തിയാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അത് സാറ്റിസ്ഫൈഡ് ആണ്, സംതൃപ്തിയുണ്ട്. വെരി സാറ്റിസ്ഫൈഡ്, നമ്മൾ വളരെ സംതൃപ്തിയുള്ളതാണ്. അതുപോലെ എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ്, എന്താ അധികം സംതൃപ്തി നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പൊ അതിന് ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് നമുക്ക് ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പൊ അതിന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ഓഫ് മേക്കിംഗ് അപ്പോയിന്റ്മെന്റ് ഫോർ ചെക്കപ്സ്, that is physical exams, well visit, routine follow an appointment. ഇവിടെ ഫിസിക്കൽ എക്സാമിനേഷൻസിന് വേണ്ടി നമ്മൾ ചിലപ്പോ അപ്പോയിന്റ്മെന്റുകളോ ചെക്കപ്പുകൾക്ക് വേണ്ടിയിട്ടോ കാര്യങ്ങൾക്കോ വേണ്ടി നമ്മൾ അപ്പോയിന്റ്മെന്റുകൾ എടുത്തിട്ടുണ്ടാവാം. വിസിറ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ റൊട്ടീൻ ആയിട്ടുള്ള ഫോളോ അപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റുകളോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് ലഭിച്ചു, അതാണ് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ എളുപ്പത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ നല്ല സംതൃപ്തരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 5 കൊടുക്കാം അല്ലെ. എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് എന്ന് കൊടുക്കാം. അത്ര സാറ്റിസ്ഫൈഡ് അല്ല, നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് കൊടുക്കാം, 2 കൊടുത്താൽ മതി. അതെല്ലാം നമ്മൾ ഓക്കെ മോഡറേറ്റ് ലെവലിലാണെങ്കിൽ സാറ്റിസ്ഫൈഡോ വെരി സാറ്റിസ്ഫൈഡോ ചൂസ് ചെയ്യാം. ക്ലിയർ ആണോ? ഓൾറെഡി നമുക്ക് നിങ്ങളൊക്കെ സർവേകൾ അറിയാൻ പറ്റുമല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ദ കംഫർട്ട് ഓഫ് ദ റിസപ്ഷൻ ഏരിയ. ആ റിസപ്ഷൻ ഏരിയയിൽ നിങ്ങൾ എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു അല്ലെ. ആ ഒരു റിസപ്ഷൻ ഏരിയയിൽ ചിലപ്പോൾ അവരുടെ ബിഹേവിയർ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അല്ലെ. അവര് നമ്മളെ ശരിയായ രീതിയിൽ ചിലപ്പോൾ മൈൻഡ് ചെയ്യാണ്ട് വരാം, നമുക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകൾ നല്ല രീതിയിൽ ചെയ്തു തരാതെ വരാം. അപ്പൊ നമുക്ക് അത് ചൂസ് ചെയ്യാം ഓപ്ഷൻ. അപ്പൊ നമുക്ക് ആ ഒരു റിസപ്ഷൻ ഏരിയയിൽ എത്രത്തോളം നമുക്ക് ആ ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണോ നമുക്ക് കിട്ടിയത്, അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഓപ്ഷൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തത്, ഈസ് ഇൻ കോണ്ടാക്ടിങ് യുവർ ഡോക്ടർ. നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് അല്ലെങ്കിൽ ഡോക്ടറെ നേരിട്ട് കാണാനും അവരെ കോണ്ടാക്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ഡോക്ടറെ കാണാൻ പറ്റിയും. അതായത് കുറെ സമയം ഒന്നും ചെയ്യാതെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പറ്റിയും. നമുക്ക് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ വെരി സാറ്റിസ്ഫൈഡ് ആക്കി കൊടുക്കോ? കൊടുക്കൂല അല്ലെ. അവര് വളരെ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും കൊടുക്കുക അല്ലെ. ഒരുപാട് വെയിറ്റിംഗ് ടൈം ഒക്കെ എന്ത് ചെയ്തു വെയിറ്റ് ചെയ്തിട്ടാണ് ഡോക്ടറെ കണ്ടതെങ്കിൽ. അതല്ല, എളുപ്പത്തിൽ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് ഓക്കെയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വളരെ വെരി സാറ്റിസ്ഫൈഡ് എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ഒക്കെ കൊടുക്കാം. അടുത്തത്, ദ കംഫർട്ട് ഓഫ് ദ എക്സാമിനിങ് റൂം. ആ ഒരു പരിശോധന നടത്തുന്ന മുറിയിലെ കംഫർട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സുഗമമായിട്ടാണോ കംഫർട്ടബിൾ ആയിട്ടാണോ നമുക്ക് അവിടെ സൗകര്യപ്രദമാണോ ആ ഒരു എക്സാമിനേറ്റിംഗ് റൂം, നമ്മുടെ പ്രൈവസി കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടോ, ഓക്കെ ആണോ, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻ കൊടുക്കാം. നമുക്ക് താല്പര്യമില്ല, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. അഞ്ചാമത് പറയുന്നത്, ഹൗ വാസ് ദ ക്ലീൻലിനെസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ വൃത്തി എത്രത്തോളം ഉണ്ട് അല്ലെ. അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ചില ഹോസ്പിറ്റലിലെ വൃത്തിയൊന്നും ഉണ്ടാവില്ല, നമുക്ക് ചെല്ലുമ്പോൾ തുടങ്ങി നമുക്ക് അതൊരു അസ്വസ്ഥതയിൽ ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ ആ ഒരു ഹോസ്പിറ്റലിലെ വൃത്തി എത്രത്തോളം ഉണ്ട് എന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വെയിറ്റിംഗ് ടൈം ഇൻ അവർ ഓഫീസ്. അവരുടെ ഓഫീസിൽ ഒരുപാട് സമയം എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? അതുപോലെ ദ കോഴ്സി ഓഫ് ദ സ്റ്റാഫ്. അവിടുത്തെ ജീവനക്കാര് നമ്മളോടുള്ള പെരുമാറ്റത്തിൽ അവരുടെ മര്യാദ എത്രത്തോളം ഉണ്ട്, നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ടാണോ നമ്മളോട് പെരുമാറിയത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മര്യാദ നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ, അതിൽ നിങ്ങൾ സംതൃപ്തരാണോ എന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ചോദിക്കുന്നത്.
Then എട്ടാമത്തത്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്? അവര് നൽകുന്ന ട്രീറ്റ്മെന്റിന്റെ ആ ഒരു കോസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം. ഇപ്പൊ നമുക്ക് ചില സർവീസുകൾക്ക് അല്ലെങ്കിൽ ചില ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യുന്നത് ഭയങ്കര പൈസ കൂടുതലാണെന്ന് തോന്നാം, ഇല്ലേ? ചില ഹോസ്പിറ്റലിൽ നമുക്ക് ഭയങ്കര പൈസയാണല്ലോ അല്ലെങ്കിൽ കോസ്റ്റ് ആണല്ലോ എന്ന് തോന്നാം, ഇല്ലേ? ചിലർക്ക് നമുക്ക് തോന്നും അയ്യോ ഇത്രയാണല്ലോ എന്ന് തോന്നാറില്ലേ? ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും കുറവായിരിക്കും. ആ ഒരു സ്ഥാപനത്തിൽ, ആ ഒരു ഹോസ്പിറ്റലിൽ അവർക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി അവർ ഈടാക്കുന്ന ആ ഒരു കോസ്റ്റ് എങ്ങനെയാണ്? കൂടുതലാണോ കുറവാണോ? അല്ലെങ്കിൽ നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലയോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? അതാണ് അവരോട് ചോദിക്കുന്നത്. അടുത്തത്, ഹൗ വാസ് അവർ ഡയഗ്നോസ്റ്റിക് സർവീസ്? ഞങ്ങളുടെ രോഗനിർണയ സർവീസുകൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ഇഷ്ടപ്പെടാതെ ഇരുന്നു, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. പത്താമത്തത്, ദ ക്വാളിറ്റി ഓഫ് ദ കെയർ യു ഹാവ് റിസീവ്ഡ്? നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പരിചരണത്തിന്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട്? Then 11th one പറയുന്നത്, യുവർ ഓവറോൾ ഒപ്പീനിയൻ ഓൺ അവർ സർവീസ്? ആ ഒരു സ്ഥാപനം നൽകുന്ന മൊത്തത്തിലുള്ള സർവീസുകളുടെ ഓവറോൾ ഒപ്പീനിയൻ, മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം എന്താണ്? ചിലപ്പോൾ ചില ഏരിയാസിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടാകും, എന്നാൽ പോലും മൊത്തത്തില് അവർ നൽകുന്ന സർവീസുകളുടെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല കേട്ടോ, ക്വസ്റ്റ്യൻസ് ഓരോ സ്ഥാപനത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നേക്കാം ഒരു ക്വസ്റ്റ്യൻ തയ്യാറാവുമ്പോൾ. പക്ഷെ മെയിൻ ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഉൾപ്പെടുത്തിയായിരിക്കും ഒരു ഹോസ്പിറ്റലിന്റെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുക. ഇതില് ഈ പറയുന്ന നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ ആണ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും നമുക്കിത് എങ്ങനെ ഫീൽ ചെയ്തു, നമുക്കത് എങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയി എന്നതിനനുസരിച്ച് ഇതിൽ 4 ഓപ്ഷനിലും ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് മാർക്ക് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ മോഡൽ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് നമ്മൾ പഠിച്ചാൽ മാത്രം പോലുള്ളൂ. അതിന് ഒരു പ്രൂഫായിട്ട് കാണുമ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടി അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ അതിനു വേണ്ടി ഒരു മോഡലായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മള് പുതിയൊരു ഭാഗം ജസ്റ്റ് മിസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത് രമ്യ മാം ആയിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം കാരണം മാമിന്റെ ക്ലാസ്സുകൾ നെക്സ്റ്റ് ഡേ ഉള്ള ക്ലാസ്സുകളിൽ മാം ആയിരിക്കും ഇത് കണ്ടിന്യൂ ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് മിസ് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കുറച്ചൊന്ന് പറഞ്ഞു തരാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ബെനിഫിറ്റ് ഫോർ പേഷ്യൻസ് ആൻഡ് ഹോസ്പിറ്റൽ. ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നതിലൂടെ അത് പ്രയോജനകരമായിട്ടുള്ള, ഇപ്പൊ പേഷ്യൻസിന് അത് പ്രയോജനകരമാണ്, അതുപോലെ ഹോസ്പിറ്റലിന് ഇല്ലേ? പേഷ്യൻസിന് എന്താ പ്രയോജനകരം എന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ എന്താ ശരിക്കും ഹോസ്പിറ്റലിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നതിലൂടെ എന്താണ് പ്രയോജനം? എന്താണ് പ്രയോജനം ഉണ്ടാവുക? പ്രയോജനം ഉണ്ടാവും? വെറുതെ നടത്തുന്നതാണോ? എന്താ പ്രയോജനം? നമ്മൾ ഇത്രയും നേരം പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? എന്ത് പറയാൻ പറ്റും? എന്താണ് ഒന്ന് റിപ്ലൈ ചെയ്യാതിരിക്കുന്നേ? ഇത്രയും നമ്മൾ അതിനെ പറ്റി പഠിച്ചില്ലേ? അപ്പൊ നിങ്ങൾക്കൊന്ന് ആലോചിക്കാലോ. ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ചേ. ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മാറ്റം വരുത്തേണ്ടത് മാറ്റം ഇംപ്രൂവ്മെന്റ്സ് നടത്താം, ശരിയാണ്. പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് കുറച്ചുകൂടി മികച്ചതാക്കാം, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ കെയർ നല്ലതാക്കാം, ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കാം. അപ്പൊ ഇവിടെ ആ ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇവരിങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ ഇവരിങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ എന്താണ് അവർക്കുള്ള ഗുണം? ആ ഹോസ്പിറ്റലിനുള്ള ഗുണം എന്താ? ഇവരിങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തി നല്ല ഒരു കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ ഇവര് മാറ്റങ്ങളൊക്കെ വരുത്തി വെച്ചു. അപ്പൊ അങ്ങനെയാകുമ്പോ പേഷ്യൻസ് അവിടെ റെപ്യൂട്ടേഷൻ വർദ്ധിക്കും. വെരി ഗുഡ്. ആ ഒരു സ്ഥാപനത്തിന്റെ പ്രശസ്തി വർദ്ധിക്കാം. അതെ, പേഷ്യൻസിന്റെ എണ്ണം കൂടും. അപ്പൊ അവരുടെ ഔട്ട്കം അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് എങ്ങനെയാണ്? ലാഭകരമാവുമോ? പ്രോഫിറ്റ് കൂടും, അല്ലെ? പ്രോഫിറ്റ് കൂടും. അതുപോലെ തന്നെ അവരുടെ ആ ഒരു റിറ്റൻഷൻ റേറ്റ് കൂടും, അല്ലെ? അവിടെ വരുന്ന പേഷ്യൻസ് അവിടെ നിന്ന് പോകുന്നില്ല, അവിടെ നിലനിൽക്കുന്നതിനനുസരിച്ച് അവരുടെ പേഷ്യൻസിന്റെ റിറ്റൻഷൻ റേറ്റ് കൂടും. പേഷ്യൻസിന് ഈ സ്ഥാപനത്തിനോടുള്ള വിശ്വസ്തത, അതുപോലെ അല്ലെ അതുപോലെ തന്നെ അവരുടെ റെപ്യൂട്ടേഷൻ, ഇതെല്ലാം നമുക്ക് കൂട്ടാനായിട്ട് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഹോസ്പിറ്റലിനെ സഹായിക്കുന്നുണ്ട്.
ഉണ്ടോ? അപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടോ. ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിന്റെ. ഇത് തന്നെയാണ് ഓരോന്നും നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിക്കുന്നത്. ഇനി അടുത്തത് പേഷ്യൻസിന് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നതിലൂടെ പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും? പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും? ഒരു ബെനിഫിറ്റും ഇല്ലേ? എന്തെങ്കിലും കിട്ടോ? പേഷ്യൻസിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ അത് ചെയ്യുന്നത് കൊണ്ട്? ബെറ്റർ ട്രീറ്റ്മെന്റുകൾ കിട്ടും അല്ലെ? അവരിപ്പോ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തിയപ്പോ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്ന ഏരിയാസിൽ അവർക്ക് നല്ല ക്വാളിറ്റിയോടെ കെയർ കിട്ടുന്നില്ല. അപ്പൊ അതിനനുസരിച്ച് അവർ മെച്ചപ്പെടുത്തൽ നടത്തുമ്പോ പിന്നീട് ചെല്ലുന്ന ആ ഒരു ഹോസ്പിറ്റലില് ചെല്ലുന്ന പേഷ്യൻസിന് നല്ല ക്വാളിറ്റിയുള്ള കെയർ കിട്ടും, നല്ല ഫെസിലിറ്റികൾ കിട്ടും. ശരിയാണ്. നല്ല രീതിയിൽ അവിടുത്തെ സ്റ്റാഫുകൾ അവരോട് പെരുമാറും അല്ലെ? നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് അവർക്ക് അതിലൂടെ ആ ഒരു ക്വാളിറ്റിയുള്ള കെയർ കിട്ടുന്നതിലൂടെ ഓരോ പേഷ്യൻസിനും കിട്ടാനായിട്ട് ഇത് സഹായകമാണ്. ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ബെനിഫിറ്റ് ഫോർ പേഷ്യൻസ് ആൻഡ് ഹോസ്പിറ്റലിൽ പറയുന്നത്. ജസ്റ്റ് മിസ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വെച്ചത് മാത്രമേ ഉള്ളൂ. മിസ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഇതേ നോക്കി പേഷ്യൻസിന്റെ ലോയലിറ്റി ആൻഡ് റിട്ടൻഷൻ നമുക്ക് നിലനിർത്താൻ പറ്റും. ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി, ലാഭം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. ആൻഡ് എൻഹാൻസ് സ്റ്റാഫുകളുടെ ആ ഒരു മുറയില്, അതായത് ഇവിടെ നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവിടുത്തെ ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള പ്രൊഡക്ടിവിറ്റി കൂട്ടാനൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകളും അതിനോടൊപ്പം തന്നെ കൂടുതൽ അവർക്ക് മോട്ടിവേഷൻസും കാര്യങ്ങളും കിട്ടുന്നതിലൂടെ അവരുടെ ആ ഒരു മുറയിൽ അല്ലെങ്കിൽ അവരുടെ മനോവീര്യം അല്ലെങ്കിൽ അവരുടെ ഒരു കോൺഫിഡൻസ് കൂടി നമുക്ക് അതിലൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും. അങ്ങനെ നന്നായിട്ട് കോൺഫിഡൻസ് കൂടിയ ഒരു സ്റ്റാഫുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവര് നന്നായിട്ട് വർക്ക് ചെയ്യുകയും അതിനനുസരിച്ചുള്ള റിസൾട്ടും നമുക്ക് കിട്ടും അല്ലെ? ആൻഡ് ഹയർ പ്രൊഡക്ടിവിറ്റി, അവിടെയുള്ള ജീവനക്കാര് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്ത് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റും അല്ലെ? ദെൻ അതുപോലെ റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കാൻ പറ്റും. അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല ബെറ്റർ ആയിട്ടുള്ള ചികിത്സാപരമായിട്ടുള്ള ഔട്ട്കംസ് അല്ലെങ്കിൽ ഫലങ്ങൾ കിട്ടുകയും ചെയ്യും. ഇതാണ് ഈ ഭാഗത്ത് പറയുന്നത്. നെക്സ്റ്റ് ഭാഗവും ചിലപ്പോൾ മിസ് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യാം. മിസ്സിന്റെ പോർഷൻസ് തീർന്നില്ല എങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് വരുമ്പോ ഞാൻ വരുമ്പോ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ മിസ്സിന്റെ ക്ലാസ്സുകൾ കൊണ്ട് തീർന്നില്ല എങ്കിൽ ഞാനായിരിക്കും പിന്നെ കണ്ടിന്യൂ ചെയ്ത് ഇത് തീർക്കാട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ ഒന്ന് വായിച്ചിട്ട് വരാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് പറയുമ്പോൾ കിട്ടുള്ളൂ. താങ്ക് യു.